അതിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിദഗ്ധന്മാർ എല്ലാവരെയും കൂട്ടിയിരുത്തി പ്രതിപക്ഷത്തെ ആളുകളെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി ചർച്ചയ്ക്കിരുത്തി ഏറ്റവും കൃത്യമായി കാലഘട്ടത്തിനനുസൃതമായി കേരളത്തിന്റെ പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കുന്നതിൽ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായിരിക്കും. അല്ല, ഇത് കുറെ കാലമായില്ലേ നിങ്ങളുടെ കയ്യിൽ വിദ്യാഭ്യാസം? ഞങ്ങൾ വന്നിട്ട് 7 ദിവസമായി. നിങ്ങളുടെ കയ്യിൽ വിദ്യാഭ്യാസ വകുപ്പ് കുറെ കൊല്ലം കിട്ടിയതല്ലേ? അന്നില്ലാത്ത മൂല്യം എങ്ങനെ ആ മൂല്യം നഷ്ടപ്പെട്ടു പോയത് എങ്ങനെ? ഇതിനു മുമ്പ് നിങ്ങൾക്കല്ലേ വിദ്യാഭ്യാസ വകുപ്പ്? നിങ്ങൾ എത്ര പ്രാവശ്യം ഗംഗാന്ന് എഴുതി വെച്ചത് മാറ്റി വെച്ച ആൾക്കാരുടെ മൂല്യമല്ലേ നിങ്ങൾ? ഞങ്ങളുടെ കാലത്ത് ഇത് പേരെഴുതി വെച്ച കഥ പറഞ്ഞല്ലോ. SNDP കേരളത്തിലുള്ള 12 കോളേജുകൾ ഞങ്ങൾ കൊടുത്തതാണ്. അയ്യങ്കാളി പഞ്ചമിയുടെ കൈയും പിടിച്ച് 100 കൊല്ലം മുമ്പാണ് ഒരു സ്കൂളിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് ഈ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്. ആ പുലിയ സമുദായത്തിന് KPMS കേരളത്തിലെ ആദ്യത്തെ കോളേജ് 2011 കിട്ടുമ്പോ ഒപ്പുവെച്ച മന്ത്രി മുസ്ലിം സ്കൂൾ ആർക്ക് കൊടുത്തതല്ല, നിങ്ങൾ കോളേജ് ആർക്ക് കൊടുത്തതല്ല ചോദ്യം. അദ്ദേഹത്തിന്റെ ചോദ്യം അതല്ല. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറ. അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിനാണ് ഉത്തരം. തീർന്നില്ല. ഇവര് പറയുന്നുണ്ടല്ലോ സംസ്കൃതം. ഗോപാലകൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ വേദഭാഷയാ. എല്ലാ ഭാഷയും കൊടുത്തപ്പോ ഞങ്ങളെ നിങ്ങളുടെ അറബി എനിക്ക് പ്രിയപ്പെട്ടതാ. ഭാഷയെ ഞാൻ പറഞ്ഞോട്ടെ, അല്ല ഉത്തരം പറയാൻ പ്രതിനിധികൾ പറയുന്നത് ഇപ്പൊ CBSE ഒക്കെ പറയുന്ന ഇവര് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്ത് സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ അവസ്ഥ എന്താന്ന് കൂടി ഇവർ പറയണം. അവിടെ ഈ CBSEയിലുള്ള പണം ഉള്ളവന്റെ മക്കൾ പോയി ഈ നീറ്റ് എഴുതുന്നു. അതിൽ ഇപ്പോ നമ്മൾ കണ്ടു നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നു. അത് ആവശ്യമുള്ളവർക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ സംവിധാനം. അതല്ല, ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാകണം. എല്ലാവർക്കും പണമില്ലാത്തവനും പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. അതില്ല, കേരളത്തിന് പുറത്ത് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോഴും ഷിബു പറയുന്നതും എന്താണ്, ഞങ്ങൾ ആർക്ക് വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തു, ഇന്ന വിഭാഗത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തു. അങ്ങനെയല്ലല്ലോ. ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് എന്താ? സർക്കാർ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതാ. ഇവർ ഭരണമുള്ള സമയത്തും എയ്ഡഡ് കോളേജുകൾ അതും ഈ ലീഗിന് കൊടുക്കുക. ഇവർ 4 ഇവരുടെ ലീഗിന്റെ മാനേജ്മെന്റ് എടുക്കുമ്പോൾ മറ്റു പലർക്ക് 1-2 കൊടുക്കുക. ആ രീതിക്കപ്പുറത്തേക്ക് ഈ നാട്ടിൽ എല്ലാവർക്കും സമീപിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കയറാൻ പറ്റുന്ന, പണമില്ലാതെ പഠിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണം. ഈ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഇവർക്ക് മുതലാളിമാരാകാനും ഇവർക്ക് പണം ഉണ്ടാക്കാനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഇവർ തേടുന്നത്. അവർ ചിലപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേറെ കുറച്ച് പേർക്ക് 1-2 കൊടുക്കും, മറ്റുള്ളവർക്ക് കൊടുക്കും. ഇതാ ഇവരുടെ സൂചന. ഇപ്പോ തന്നെ വിദ്യാഭ്യാസ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉടമസ്ഥതയിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനി വരുമ്പോ വരേണ്ടത്. 2011 മുതൽ 16 വരെ കേരളം UDF ഭരിച്ചപ്പോ കേരളത്തിൽ സർക്കാർ കോളേജുകൾ ഇല്ലാത്ത എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 140 നിയോജക മണ്ഡലങ്ങളിലും കോളേജുകൾ ആരംഭിക്കാൻ ഞങ്ങൾ കല്ലിട്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെയിൻ പരിപാടി എന്തായിരുന്നു? ഇവരുടെ പരിപാടി എന്താ? അടുത്ത സ്ഥലത്തില്ല. സർക്കാർ കോളേജുകളെ പറ്റി താങ്കൾ ചോദിച്ചു. ഞാൻ പറയട്ടെ, ഇവർ കൊടുത്തുപോയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇവർ കൊടുത്തുപോയ മെഡിക്കൽ കോളേജുകളോ ഒക്കെ ഞങ്ങൾ അതും ഇപ്പൊ ഇവിടെ പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ. ഈ പറയുന്ന ആദ്യത്തെ മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഇവർ ചെയ്യട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവര് ഇവർ കല്ലിട്ട് പോവുകയുള്ളൂ. കല്ലിട്ട് പോകും, തീരുമാനം പോകും. എന്നിട്ട് ഇവർ പറയും ശേഷം ഞങ്ങൾ കൊടുത്തതാന്ന്. അല്ലാതെ ഒന്നും ഇവർ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത ഗവൺമെന്റ് കോളേജ് ഇല്ലാത്തൊരു പിന്നോക്ക പ്രദേശമായിരുന്നു താനൂര്. ഞങ്ങൾ കോളേജ് കൊടുത്തു, ഞങ്ങൾ കല്ലിട്ടു. ഇവരുടെ ഒരു MLA അവിടെ 10 വർഷം നിന്നു. അദ്ദേഹം മന്ത്രിയായി. ഇപ്പൊ ആ മണ്ഡലം വിട്ടുപോയി. അവിടെ ആ കോളേജിന് ഇപ്പോഴും കെട്ടിടമില്ല. 10 വർഷം. ഇവർക്ക് എന്താ 10 വർഷം കൊണ്ട് പണിതാല്? അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇട്ട കല്ലുകൾക്ക് മുകളിലൊക്കെ വികസനം മുളച്ചു പൊന്തിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് വിഴിഞ്ഞം. നിങ്ങൾ ഇട്ട കല്ലുകളാണ് ഈ കിടക്കുന്നത്. മനസ്സിലാക്കി. നിങ്ങൾ കല്ലിടാൻ പോലും കമ്മീഷൻ വാങ്ങുന്നവരായി ഇവര്. അങ്ങനെ കല്ലിട്ട് പോയവര്. അല്ലാതെ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. ഒരു ശാസ്ത്രീയ പഠനത്തിന്റെയും അടിസ്ഥാനത്തിലല്ല ഇവരൊന്നും തുടങ്ങാറ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.